പ്രിയപ്പെട്ട മക്കൾ, ഈ നാളുകളിൽ പുതിയൊരു പൈശാചിക ബന്ധനം നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം. എല്ലാം ഒരുപോലെയാണ്. എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണാൻ പറയിപ്പിക്കുന്ന സാധനം വരുന്നുണ്ട്. വലിയ അപകടമാണ്. നമുക്ക് ബൈബിളിൽ ചരിത്രം പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ടമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന രാജാക്കന്മാരിൽ ഒരാളാണ് ഹെസ്ക്കിയ എന്നത്, അതുപോലെ മനാസെ എന്നത്. ഹെസ്ക്കിയ എന്ന് പറയുന്ന വലിയൊരു രാജാവിന് ശേഷം വരുന്നതാണ് മനാസെ. ഹെസ്ക്കിയായുടെ കാലഘട്ടം ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും അഭിഷേകത്തിൻ്റെയും കാലഘട്ടം. കാരണം ഹെസ്ക്കിയായുടെ ഉള്ളിൽ ഒരാളെ ഉള്ളൂ, ദൈവം മാത്രം. ദൈവത്തോട് മോശയുടെ കൽപ്പനകൾ, മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനകളും മുഴുവൻ അതേപടി അദ്ദേഹം പാലിച്ചെന്ന് മാത്രമല്ല, തൻ്റെ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളും ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ ശക്തമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. അത് ശരിക്കും ദൈവത്തിലേക്ക്, സത്യദൈവത്തിലേക്ക് മാത്രമായിരുന്നു ഈ ഹെസ്ക്കിയ ദൈവജനത്തെ നയിച്ചത്. പ്രമാണാനുഷ്ഠിതമായ ജീവിതമാണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് അവരങ്ങനെ ജീവിച്ചു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ നാളുകളിൽ നിരവധി ആളുകൾ, പല ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഈജിപ്തുകാർ, അസീറിയൻസ്, പല ബാബിലോണിയൻ, ഇവൻ അവർ പോലും വന്നിട്ട് പലതവണ ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ ഒരിക്കലും ശത്രുക്കൾ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. 10,000-കണക്കിന് ശത്രു സൈന്യം വന്നിട്ട് ചുറ്റും പാളയമടിച്ചെങ്കിലും അതിനുള്ളിൽ ഒരിക്കൽ പോലും കയറിയിട്ടില്ല. ഒരിക്കൽ ഈജിപ്തുകാർ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഭീഷണി കത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹെസ്ക്കിയ രാജാവിനോട് ഒരു ഭീഷണി കൊടുക്കുന്നു, നിന്റെ ദൈവം ഏത് ദൈവമാകട്ടെ, നാളെ പ്രഭാതമാകുമ്പോൾ നിന്റെ രാജ്യം ഞങ്ങളുടേതായിട്ട് മാറ്റിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിക്കത്ത് അയച്ചു കൊടുക്കുമ്പോൾ, ഈ ഭീഷണിക്കത്ത് കിട്ടുന്ന രാജാവ് ഈ ഭീഷണിക്കത്തുമായിട്ട് ഉടനെ മന്ത്രിമാരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടാനോ, സർവ്വസൈന്യാധിപന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഉടനെ നമ്മൾ യുദ്ധത്തിന് പുറപ്പെട്ടു എങ്ങനെയാണ് ശത്രുക്കളെ ഇല്ലായ്മ ഉന്മൂലനം ചെയ്യേണ്ടതെന്നല്ല അവർ ചിന്തിച്ചത്. ഈ രാജാവ് ഈ ഭീഷണിക്കത്തുമായിട്ട് ഓടിയത് നേരെ ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചവിട്ടിപ്പോയിരുന്നിട്ട് ബലിപീഠത്തിൻ്റെ ചേർത്ത് ഭീഷണിക്കത്ത് വെച്ചിട്ട് കരയാൻ തുടങ്ങി. ദൈവമേ, ശത്രുസൈന്യം ഭീഷണിപ്പെടുന്നത് കേട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിഞ്ഞൂടാ. ഉടനെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവം ഒരു തോന്നൽ കൊടുത്തു, നീ ഇതിനൊരു കോപ്പി എഴുതാം. ഉടനെ ഒരു ഭൃത്യനെയും കൊണ്ട് അതിൻ്റെ കോപ്പി എഴുതി, ശത്രുക്കൾ കൊടുത്ത ഭീഷണിക്കത്തിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അത് ഉടനെ യെശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ്റെ അടുക്കൽ കൊടുത്തുവിടാൻ പറഞ്ഞു. ഉടനെ ആളുടെ അടുത്ത് എത്തിച്ചു. പ്രവാചകൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ദൈവത്തെ അനുസരിച്ചവന്, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനേ സ്ഥാനമുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ 10 കൽപ്പനകളിൽ നിന്ന് അണിപടനെ മാറിയിട്ടില്ല. മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകൾ നീ മാറിയിട്ടില്ല. അതുകൊണ്ട് നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും, നീ പേടിക്കേണ്ട. നാളെ പ്രഭാതമാകുമ്പോൾ ഈ ശത്രുക്കൾ നിനക്ക് ചുറ്റും കാണുകയില്ല. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച്, ഇത് ഞാൻ പറയുന്നത് ബൈബിള് മാത്രം വെച്ചുകൊണ്ടല്ല, ഹിസ്റ്ററിയും കൂടെ, വേൾഡ് ഹിസ്റ്ററിയും കൂടെ ചേർത്ത് വെച്ചാൽ പറയുന്നതനുസരിച്ച് പിറ്റേ ദിവസം കാണുന്നു ഇവരുടെ ശത്രുക്കളുടെ പാളയം മുഴുവൻ ശൂന്യമായിട്ട് കിടക്കുന്നു. എന്നിട്ട് 15 ദിവസം അവർ പറയുന്നു, 15 ദിവസം കൊണ്ട് മുഴുവൻ ശത്രുക്കൾ അവിടുന്ന് പോയി. എന്താ സംഭവിച്ചെന്ന് ചരിത്രത്തിൽ ആർക്കും തന്നെ പിടിപാടില്ല. ചില പറയുന്നത് രാത്രി എന്തോ ശബ്ദമുണ്ടായി, ചില പറയുന്നത് എന്തോ ഇഴജന്തുക്കൾ വന്ന് ഉപദ്രവിച്ചു, എന്തോ സംഭവിച്ചു. ഈ ശത്രുക്കൾ മുഴുവൻ അകർന്നുപോയി, മുഴുവൻ ഭിന്നിച്ചു പോയെന്ന്, ശത്രു സൈന്യം മുഴുവൻ തീർന്നു പോയെന്ന് സർവ്വത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. പക്ഷേ സംഭവിച്ചത്, ഈ ഹെസ്ക്കിയ രാജാവിൻ്റെ ഭരണകാലഘട്ടം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹങ്ങളുടെ അഭിഷേകങ്ങളുടെ കാലഘട്ടമാണ്. ദൈവജനത്തിൻ്റെ സമാധാനത്തിൻ്റെ കാലഘട്ടമാണ്. കുടുംബങ്ങൾക്ക് സമാധാനത്തെ കണച്ചാൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാണ് രാജാവ്. ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവൻ, അവൻ നിലത്ത് വേണമിരിക്കാൻ തയ്യാറാണ്. ചാരം പൂശവൻ നിലത്ത് കിടന്നുകൊണ്ടവൻ ഉപവസിക്കാൻ പോലും തയ്യാറാകുന്ന മഹാരാജാവ്. ദൈവം പാപം ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്തപിക്കുന്ന മഹാരാജാവ്. അത്ര ദൈവബോധം ഉള്ള മനുഷ്യൻ. പക്ഷെ ഇതിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നത് മനാസെ എന്ന് പറയുന്ന ഒരു രാജാവാണ്. അവർ തമാശാണ്. ദൈവവും ഇസ്രായേൽ ജനവും ദൈവരാജ്യവും സുവിശേഷമൊക്കെ ഒരു തമാശ, ഒരു ജോക്കാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരോടും സമഭാവേനയായിരിക്കണം. എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ഇത് മാത്രമായിട്ട്, അതുകൊണ്ട് ഒരു ബലിപീഠം മാത്രം പോരാ, എല്ലാ ബലിപീഠങ്ങളും
ഉണ്ടാകട്ടെ. എല്ലാത്തിനും അക്ഷയരയ്ക്കും ബാലിനുമെല്ലാം ബലിപീഠങ്ങൾ പണിതു കൊടുത്തു മനാസെ. എല്ലാവരും തൃപ്തിപ്പെടുത്തി. മനാസെ എന്നൊരു വാക്കിൻ്റെ അർത്ഥം എല്ലാം ഓർമ്മിക്കുന്നവൻ, അനുസ്മരിക്കുന്നവൻ എന്നാണ്. എങ്കിലും ചരിത്രം പറയുന്നത് എല്ലാം മറന്നവൻ, എല്ലാം മറക്കുന്നു. പക്ഷേ ഇവൻ്റെ കാലഘട്ടം പകുതി കഴിഞ്ഞപ്പോഴേക്ക് ഇസ്രായേൽ ജനത്തിനിടയിൽ ഭയങ്കരമായ ഭിന്നത വരാൻ തുടങ്ങി, കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, കൂട്ടക്കുരുതികൾ ഉണ്ടാകാൻ തുടങ്ങി. ശത്രുസൈന്യം ഇവരുടെ ദേശത്ത് കാലുകുത്തി, ശത്രുസൈന്യം കാലുകുത്തി. അതിൻ്റെ കാരണം ദൈവത്തെ മറന്നുവൻ, ദൈവകൽപ്പന മറന്നുവൻ. അവൻ എല്ലാ വിശ്വാസങ്ങളും പണമായിരുന്നു അവൻ്റെ ദൈവം, സ്ഥാനമാനമായിരുന്നു അവൻ്റെ ദൈവം. അവൻ വിശ്വസ്തനായിരുന്നു, ദൈവത്തോട് വിശ്വസ്തനായിരുന്നില്ല. ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. മനാസയുടെ കാലഘട്ടം തീരുമ്പോൾ ഇസ്രായേൽ ജനത്തിനിടയിൽ ഒരുപാട് തകർച്ച വന്നു. ഇവൻ്റെ ജീവിത അവസാനം ജനം മുഴുവൻ തെറി വിളിക്കാൻ തുടങ്ങി, ഇവൻ ഒറ്റപ്പെടാൻ തുടങ്ങി. ചരിത്രകാരൻ അത് ഈ ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: പല ദൈവങ്ങളുടെ പിന്നാലെ പോയവന് അവസാനം ഒരു ദൈവവും ഇല്ലായിരുന്നു. സ്വരപ്പെടുത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പല കാര്യങ്ങളുടെ അർത്ഥമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിന്ന് പല വിശ്വാസങ്ങളുടെ പിന്നാലെ, പല ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അവന് പല ഭാര്യമാരുണ്ടാകും, പല ഭർത്താക്കന്മാരുണ്ടാകും, പല തകർച്ചകൾ വരും. യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ ആര് പോയാലും ഓർത്തോളുക, ദൈവമക്കളെ, ദൈവനാമത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തം പറയുക. കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ നിയമങ്ങളിൽ നിന്നും അണുവിടെ വ്യതിചലിക്കരുത്. നിങ്ങൾ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. കർത്താവിന് നാമം വൃഥാ ഉപയോഗിക്കരുത്. കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, വസ്തുക്കൾ മോഹിക്കരുത്. ദൈവകൽപ്പനകൾ മുറുകെ പിടിക്കണം. നീ അതിന് അടവിട വ്യതിചലിക്കരുത്. എങ്കിൽ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ ശത്രു സാത്താൻ കാലുകുത്തില്ല. അല്ലെങ്കിൽ ഉറപ്പ്, നീ എന്തേരം വലിയ മതില് പൊക്കി പണിതാലും അതിനുള്ളിൽ സാത്താൻ കയറിയിരിക്കും. നീ എന്തേരം വലിയ കൊട്ടാരം പണിതാലും അതിനകത്ത് സാത്താൻ കയറിയിരിക്കും. നീ എത്ര വലിയ ബിസിനസ് പണിത് ഉയർത്തിയാലും അതിനകത്ത് സാത്താൻ കയറിയിരിക്കും. നീ എത്രയെല്ലാം നിന്റെ മക്കള്, നിന്റെ പ്രിയപ്പെട്ടവരെ ലോകരാജ്യങ്ങൾ എവിടെ കൊണ്ടുപോയി വിട്ടാലും അവിടെ സാത്താൻ കയറിയിരിക്കും. അവിടെ തീർത്തോണ്ടേ വരുള്ളൂ. യാതൊരു മാറ്റമില്ല. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. മാമോദീസ സ്വീകരിച്ചവനോർത്തോണം അവൻ്റെ ശരീരത്തിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഈശോ മിശിഹായുടെ സാന്നിധ്യമുണ്ട്. അത് നീ വിശ്വസിക്കാതെ നീ ആ ശരീരത്തെ പാപത്തിന്, മദ്യപാനം, പുകവലി, മക്കളെ മദ്യപാനം എന്തൊരു സംഭവമല്ലേ. കേരളത്തിൽ എത്രയേറെ കുടുംബങ്ങൾ നശിച്ചു തീർന്നു മദ്യം കുടിച്ച്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ടൂറിസം നടക്കുന്ന സ്ഥലമാണ്. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ എറണാകുളം ഭാഗത്തുനിന്ന് ബൈക്കിന് പോകുന്നു കാണാം. അവിടെയുള്ള ആളുകൾ എന്നോട് പറയുന്ന അപ്പോൾ ഇങ്ങനെ പോകാറുണ്ട്. പറയാൻ കൊള്ളത്തില്ല പലതും പോകുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടി. ശനി ഞായർ ദിവസങ്ങൾ അവിടെ മുഴുവൻ സ്ഥലങ്ങളും തിന്മയുടെ നാടാണെന്നാണ് അവിടെയുള്ള ആളുകൾ പറയാറുള്ളത്. പലപ്പോഴും കാണാം. എത്രയാണോ ഈ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാൻ പറ്റും, അപകടം വന്ന് റോഡിലിങ്ങനെ കിടക്കുക. ചെറുപ്പക്കാരും പിള്ളേരും ഇന്ന് റോഡിൽ കിടന്ന് പോവുകയാണ്. അതെന്തുകൊണ്ട്? ഒക്കെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാം. നമ്മൾ നേരെ ചൊവ്വേ പോയാലും അപകടം ഉണ്ടാകാം. അത് കുഴപ്പമില്ല. ജീവിതത്തിൽ ദൈവം വിളിക്കുന്ന എപ്പോഴാട്ടെ പോവുക, യാത്ര. ഇതല്ല ദൈവത്തെ നിന്ദിച്ചു കൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ, തീരും മക്കളെ. ആരും ഓർത്തത് എത്ര കൊലകൊമ്പനായാലും കൊള്ളാം, എത്ര കഴിവ്, ഈശോ മിശിഹായെ പുറത്താക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മുടക്കരുത്, നോയമ്പാചരണം പുറത്താക്കരുത്, വചനത്തെ പുറത്താക്കരുത്, സുവിശേഷം പുറത്താക്കരുത്, ദൈവകൽപ്പനകൾ പുറത്താക്കരുത്. ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും പകിടബന്ധന അടി ഉറപ്പാണ്, തകർച്ചകൾ ഉറപ്പാണ്, അനർത്ഥം ഉറപ്പ്. അതാണ് ഇസ്രായേൽ ജനം നമ്മൾ അതിനകത്ത് എന്നും ഓർക്കുന്നുണ്ട്. ആദ്യ സ്ഥലത്ത് ഈശോ കരഞ്ഞു, ദേവാലയത്തെ നോക്കി കരയുന്നു. ആരെ നോക്കി? ദൈവത്തെ തള്ളുന്നവനെ നോക്കി ദൈവം കരയുന്നു. ദൈവത്തെ നിന്ദിക്കുന്നവനെ നോക്കി ഈശോ കരയുന്നു. കാരണം എന്താ? കരയുന്നത് എന്താ? തകരാൻ പോവുകയാ. ഈശോയ്ക്കറിയാം അപകടം വരാൻ പോകുന്നു. അവൻ തീരും, ഉറപ്പാണത്. ഉറപ്പാട്ടാ തീർന്നു പോകുന്നത്. കർത്താവിൻ്റെ വചനം ഇപ്പം ഈ ധ്യാനമൊക്കെ നടക്കുമ്പോൾ കുമ്പസാരം വേണ്ട. എനിക്ക് കുമ്പസാരം 2-3-4 വർഷമായി. എന്താണ്? എൻ്റെ പാപത്തെ എനിക്ക് ജീവിക്കണം. കുറേ നാളും കൊടുത്ത് അങ്ങ് ഒരു വ്യക്തി തീരുമാനിക്കുക, എനിക്ക് പാപത്തെ ജീവിക്കണം, എനിക്ക് എൻ്റെ അഹങ്കാരത്തെ ജീവിക്കണം, ഞാൻ പണക്കാരനാണ്, ഞാൻ വലിയ ആളാണ്. ഞാൻ എൻ്റെ മക്കളെ ഞാനൊക്കെ ഈശോയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ മറ്റൊന്നും വിചാരിച്ചേക്കരുത്. എനിക്ക് ഒത്തിരി ലോകത്ത് നേടാവുന്ന ആളായിരുന്നു.
സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 വർഷം കഴിഞ്ഞപ്പോൾ റീജൻസി കാലത്ത് ഞാൻ രൂപതയിൽ റീജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകന്ന ബന്ധുക്കൾ ജർമ്മനിയിലുണ്ടായിരുന്നവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എന്നോട് പറഞ്ഞു, ഈ വത്തിക്കാനിലും റോമിലും ജർമ്മനിയിലുമുള്ള കുറേ വൈദികരെക്കുറിച്ച് കുറേ കുറ്റം പറയും. വൈദികരെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ എന്നോട് ഇങ്ങനെ. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്വന്തം എൻ്റെ ഒരു അകന്ന ബന്ധുക്കൾ അവരൊന്നിട്ട് എന്നെ മുഴുവൻ വന്നിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവസാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്. ഞാൻ പറയാം, എന്തിനാ ഇത് പറഞ്ഞു, അതായത് ഞങ്ങളുടെ ഒരു കാര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, അതാണ് മോനെ അങ്ങ് പോരാവോ, അച്ഛനാവും പോകണ്ട, ഇങ്ങ് പോരെ, ഞങ്ങൾ എന്തും തരാം. ഞാൻ വേണേ ഒന്നെങ്കിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലുള്ള യൂണിവേഴ്സിറ്റി വെച്ച് പഠിപ്പിച്ചേക്കാം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇവർ കാണുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും, വെറുതെ പറയും, എനിക്ക് സയൻറ്റിസ്റ്റ് ആകാൻ ഇഷ്ടം അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാൻ ഇഷ്ടം. ഈ 2 കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞു, സയൻറ്റിസ്റ്റാണായിക്കോ അല്ലെങ്കിൽ എന്നിട്ട് നോക്കിയോ അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ചു റെഡി, ഞങ്ങൾ എന്തും സഹായം എന്തും തരും. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓഫറുകളെല്ലാം വെച്ച് ഇങ്ങനെ നിർത്തുമ്പോൾ ഞാൻ അവരുടെ മുമ്പ് വെച്ചുകൊണ്ട് അപ്പോൾ എന്നോട് വെച്ചു, എന്താ തീരുമാനം, എന്താ എന്തെങ്കിലും പറയണേ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീരുമാനം എനിക്ക് ഒന്നേ ഉള്ളൂ, എനിക്ക് വിശുദ്ധനായൊരു വൈദികനായിട്ട് ജീവിച്ച് മരിക്കണം. പ്രൈസ്, വേറെ തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കത്തുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്ത് ഞാൻ ഓർക്കണം പറഞ്ഞു, അന്ന് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞ വാക്കാ, ജീവിതം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അർത്ഥമുള്ള ഒന്നിനെ കൊടുക്കുകയുള്ളൂ. പ്രൈസ്, അർത്ഥമില്ലാത്ത ഒന്നിന് എൻ്റെ ജീവിതം ഞാൻ കൊടുക്കില്ല. ഇന്നല്ലേ നാളെ നഷ്ടപ്പെടുന്ന അല്ലാതെ ഞാനത് പരിണിതഫലം അനുഭവിക്കും. കൊടുക്കുകയാണെങ്കിൽ കർത്താവിന് മാത്രം എൻ്റെ ജീവിതം കൊടുക്കുന്നു, കർത്താവിന് മാത്രം, ഈശോയ്ക്ക് മാത്രം. ഞാൻ പലപ്പോഴൊക്കെ പറയാറുണ്ട്, എനിക്ക് ലോകത്ത് ഒത്തിരി നേടാമായിരുന്നു, എന്തും വേണം നേടാമായിരുന്നു, എന്തു വേണമെന്നാണ്, പക്ഷെ വേണ്ടെന്നങ്ങ് വെച്ചു. കാരണം വെച്ചാൽ എനിക്ക് വേറെ ആളെ നേടണമെങ്കിൽ 2ഉം കൂടെ നേടാൻ പറ്റില്ല. സർവ്വത്തിൽ ഹല്ലേലൂയ, ഏതെങ്കിലും ഒന്നേ നേടാൻ പറ്റും, ഒന്നെങ്കിൽ ഈശോ അല്ലെങ്കിൽ ലോകം. എനിക്ക് ഈശോ മതി. കാരണം ഇപ്പോൾ ഒരു മരണം വരികയാണെങ്കിൽ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയാലും അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം, എനിക്കൊരു പ്രയോജനമില്ല. ഞാൻ പുണ്യപ്പെട്ട ജീവിതം എന്ന് വെച്ചാൽ ഒരു മരണമെന്നൊരു വിളി വന്നാൽ അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ പക്കലേക്ക്. ഞാൻ പറയാറുണ്ട്, ചില ആളുകൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർ പാപം അപ്പം നമ്മൾ നമുക്ക് സംഭവിക്കുന്നത് വഴി പോകുമ്പോൾ നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് എന്ത് അപകടപ്പെട്ടോ എങ്ങനെയും മരിക്കട്ടെ, പക്ഷേ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഈശോയുള്ള സ്നേഹത്തിലും ഈശോയുള്ള കൂട്ടായ്മയിലും ഈശോയുള്ള ഐക്യത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്താ, എവിടെ കിടന്നു വരച്ചാൽ അവിടുന്ന് എൻ്റെ ആത്മാവ് പറന്ന് എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ ചെന്നിരിക്കും. നേരെ മറിച്ച് ഞാൻ പോകുമ്പോൾ എൻ്റെ തല നിറച്ച് പണവും ഒരു വ്യക്തിക്ക് തല മുഴുവൻ പണമാണ്, അല്ല ഒരുപാട് തിന്മയുടെ ബന്ധങ്ങളോ, ഒരുപാട് പാപത്തിൻ്റെ ബന്ധങ്ങളോ, ഒരു അശുദ്ധിയുടെ ബന്ധങ്ങളോ, മദ്യപാനോ, അങ്ങ് തിന്മയ്ക്കകത്ത് കുളിച്ച് കഴിയുമ്പോഴോ അവൻ വണ്ടി മുട്ടി മരിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവ് എങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ കാര്യങ്ങളിൽ ചെല്ലുന്നത്? മുഴുവൻ പാപത്തിന് ജീവിതം വിട്ടുകൊടുത്തിരിക്കുന്നവന് എങ്ങനെ ആത്മാവ് കർത്താവിന്റെ പക്കൽ ചെല്ലുന്നത്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഏത് രാത്രി വിളിച്ചാലും എനിക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ, അതാര് മാത്രം? ഈശോ മാത്രം. എനിക്കൊരു കർത്താവേ ഉള്ളൂ, ഈശോ മാത്രം. എനിക്ക് വേറെ ഒന്നുമില്ല. എപ്പം കർത്താവിനെ വിളിച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ദൈവം എപ്പം വേണം ഇന്ന് വിളിച്ചോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമാണ്. ഹല്ലേലൂയ. അവിടെ ചെല്ലുന്നത് പൗലോസിലേക്ക് നല്ല ബോധ്യം അവിടെ ചെല്ലുന്നത്. കാരണം എന്താ? ജീവിതത്തിൽ കള്ളത്തരങ്ങളില്ല. പൗത്രോസിലേക്ക് നല്ല ബോധ്യോ, കുരിശിൽ തലകീഴായിട്ട് കടന്നു മരിക്കുമ്പോൾ ഒരു വിഷമമില്ല. കാരണം എന്താ? കള്ളത്തരമില്ല. ഒരൊറ്റ ലക്ഷ്യമുണ്ട്, ഈശോ മാത്രം ലക്ഷ്യം. പൗലോസിൻ്റെ കഴുത്തറത്താണ് പൗലോസ് മരിക്കപ്പെടുന്നത്. നമുക്കറിയാം പൗലോസ് അങ്ങനെ ഒരു വിഷമമില്ല, പുഞ്ചിരിയോടെ. കാരണം ജീവിതത്തിൽ കള്ളത്തരമില്ല. ജീവിച്ചത് മുഴുവനും ഒരാൾക്ക് വേണ്ടി മാത്രമാണെന്ന് ഏത് രാത്രിയിലും വിളിച്ചു പറയാൻ പറ്റുന്ന ജീവിതങ്ങളായിട്ട് മാറുക. ജീവിച്ചതും വളർന്നതും വളർത്തിയതും മുഴുവനും പഠിപ്പിച്ചതും മുഴുവനും യേശുവിനെ മാത്രമാകട്ടെ. ഞാൻ തിരിച്ച് വീണ്ടും ക്ലാസ് തുടങ്ങിയ അടുത്തേക്ക് പോവുകയാണ്. അതായത് പാപം നിറഞ്ഞ സാഹചര്യങ്ങളിൽ സാത്താൻ്റെ അരൂപികൾ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പം അത് സൂക്ഷിച്ചോണം, വളരെ സൂക്ഷിച്ചോണം. വീട്ടിൽ ഇങ്ങനെ ഒത്തിരി കുടുംബങ്ങളുണ്ട്. അത് തിന്മ അവിടെ ചിലമുണ്ട്. സാത്താൻ്റെ ശക്തി ഒരിക്കലും പെട്ടെന്ന് പ്രവർത്തിക്കില്ല. തിന്മയുടെ ശക്തികൾ കയറി ഒരു വീട്ടിൽ ഒരു പാപം ഒരു വീട്ടിൽ തിന്മ നടന്നു, എന്ത് മന്ത്രവാദം, അല്ല കൂടോത്രം, അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം, അല്ലെങ്കിൽ ഫോണിൽ കൂടി തിന്മയുടെ ഇത് വരുമ്പോൾ നമ്മൾ കാണത്തില്ല. പക്ഷേ സ്പിരിറ്റോട് അത് ഒളിച്ചിരുന്നിട്ട് എപ്പോഴാണ് പ്രവർത്തിക്കാൻ പറയും? തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? എല്ലാവരും ഓർത്തണം. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകേണ്ട ഒരു ദിവസം വരുമ്പോൾ, അവിടെ ചില ജോലിക്ക് ഇറങ്ങുമ്പോൾ കൃത്യസമയത്ത്, അല്ലെങ്കിൽ അവൻ്റെ വിവാഹം കഴിയുമ്പോൾ, മോളുടെ കല്യാണം ചിലണ്ട് കല്യാണം കഴിഞ്ഞ
കഴിഞ്ഞിട്ടേ തകർക്കുള്ളൂ. ഈ കഴിഞ്ഞ ആൾക്ക് കേരളത്തിൽ വലിയൊരു കുടുംബം, ആ കുടുംബം ഇന്ന് ഡൈവോഴ്സ് കൊണ്ട് പോകും. 1 വർഷം പോലും അല്ല കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അതൊരു വലിയൊരു സംഭവമാണ്. സൗന്ദര്യങ്ങളുടെ ദൈവം, അവർ സൗന്ദര്യത്തെയാണ് അവർ ദൈവമായിട്ട് ഒരു വലിയ അപ്പന് വലിയ യുക്തിവാദി. പള്ളിയിലൊക്കെ പോകും, കുർബാനയൊക്കെ ഉണ്ട്, പണക്കാരനാണ്, പക്ഷേ ഭയങ്കര യുക്തിയാണ്. എന്തിനെതിരെ പറയുന്നത് പ്രത്യേക ഒരു മൈൻഡാണ്, ഹൈ ബ്രെയിനാണ്, ഭയങ്കര ബുദ്ധിമാനാണ് എന്തിനും. പക്ഷെ സംഭവിച്ചു ഇപ്പോൾ മകളുടെ കാര്യം തകർന്നുപോയി. മകൾക്കൊരു കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം ഒരു പ്രത്യേക രോഗം കയറി കൊച്ചിനെ. മോൾക്ക് ഒരു രോഗം, ചെറുപ്പം മുതൽ ഇതുവരെ യാതൊരു രോഗമില്ലാത്തൊരു കുട്ടി, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി, നല്ല പെരുമാറ്റം. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞില്ല കൊച്ചിന് പ്രശ്നമായി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അവൾ പ്രഗ്നൻ്റ് ആകാൻ പാടില്ല, ഒത്തിരി പ്രശ്നം. അപ്പോൾ അവർ തമ്മിലും അതുകൊണ്ട് ഇതേ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി. ഈ അപ്പൻ കരച്ചു. പഠിക്കുമ്പോൾ ഈ അപ്പൻ്റെ ജീവിതത്തിൽ സാത്താൻ നേരത്തെ കയറിയിരുന്നത്, പക്ഷെ പ്രവർത്തിച്ചത് ഇപ്പോഴാണ്. അതങ്ങനെ സാത്താൻ പ്രവർത്തിക്കുന്ന ഇപ്പോഴും. അവൻ നല്ല ബുദ്ധിവാൻ, നിന്നേക്കാളും ബുദ്ധിവാനാണ്. നീ ചിന്തിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ബുദ്ധിവാനാണ്. അവൻ ശരിക്കും കണക്ക് കൂട്ടി അടിക്കുകയുള്ളൂ, അതിന് മുമ്പ് അടിക്കില്ല, കറക്റ്റഡ് സ്ഥലത്തെ അടിക്കും. അതുകൊണ്ട് അവൻ നമ്മളൊക്കെ ഇന്ന് തെറ്റ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അവന് അതിനേക്കാളും വലിയൊരു അവസരം നോക്കി വെച്ചിരിക്കുക. അവൻ്റെ മനസ്സിലുണ്ട്, നീ എടുക്കാൻ പോകുന്ന വിവാഹമാകാം, ജോലിയാകാം, മക്കളുടെ ജനനമാകാം, എന്തിനുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങൾ, ആ സമയത്ത് അവൻ കൈവെക്കുള്ളൂ. അതിനു മുമ്പ് അവൻ കൈവെക്കുക. അതാണ് അവൻ്റെ ഞാൻ ശരിക്കും എൻ്റെ ഇത് 22 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലൂടെ പഠിച്ചതും. അവൻ ചിലർക്ക് പാപത്തെ ചോദിക്കും, നമ്മൾ അവൻ എന്ത് തെറ്റായിട്ടും അവന് യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളില്ല, അവൻ്റെ വീട്ടിലോ അവൻ്റെ വീട്ടിലോ ഒരു പ്രശ്നമില്ല. എന്താ ഞാൻ പറഞ്ഞു വെയിറ്റ് കാരണം ടൈമുണ്ട്. അവന് സിനിമ ഉറപ്പാണ്, അവൻ സിനിമയുടെ ശക്തിയുണ്ട്, പ്രവർത്തിക്കും. അവന് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുക. ഞാൻ പറയും ആ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുക. അവനിപ്പം പ്രവർത്തിക്കും. അവൻ നോക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലത് എടുക്കുള്ളൂ, അല്ലാണ്ട് അവൻ സ്വർണ്ണമേ അല്ല ഏറ്റവും വില കൊടുത്തു, ഏറ്റവും നിധി കൂടിയതിൻ്റെ അവൻ പിടിക്കുകയുള്ളൂ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ ഈശോയെ നമ്മൾ കൊടുക്കണം. ഈശോ ജീവിക്കുന്ന ദൈവമാണ്, സത്യദൈവമാണ്, ഏകരക്ഷകനാണ്, ഉദ്ധിതനായ ഈശോയെ കൂടെ വസിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, അടയാളം പ്രവർത്തിക്കുന്ന ദൈവം. അവിടത്തേക്ക് അസാധ്യമായിട്ട് ആ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കും. നേരെ മറിച്ച് പാപത്തെ സ്ഥാനം കൊടുക്കരുത്. പാപത്തിന് സ്ഥാനം കൊടുത്താൽ ആ സ്ഥലത്ത് തിന്മയുടെ ശക്തിയുണ്ട്. ഞാൻ തിന്മ നടക്കുന്ന പ്രോപ്പർട്ടി. ഒരിക്കലും ഞാൻ കേരളത്തിൽ കൊടുത്തൊരു വലിയൊരു കൺവെൻഷൻ നടത്തുകയായിരുന്നു, വലിയൊരു കൺവെൻഷൻ. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരെന്നോ പറഞ്ഞുകൊണ്ട് എനിക്ക് വെച്ചാൽ നമുക്ക് ഈ ടൗൺ മുഴുവനൊന്ന് വെഞ്ചരിക്കണം. അപ്പോൾ ഒരു വണ്ടി റെഡിയാക്കി അവിടുത്തെ അച്ഛന്മാർ വിചാരിച്ചനും കൊച്ചച്ഛനും ഞാനും കൂടെ വണ്ടിയിൽ കയറി. ആ കൂട്ടത്തിൽ അവിടുത്തെ 1-2 ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ടൗൺ 10-40 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു പോവുക. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഈ കൂടെയുള്ള ഈ കമ്മ്യൂണിറ്റിൻ്റെ കൺവീനർമാരായിട്ടുള്ള ആളുകൾ. ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുർബാന വെച്ചുകൊണ്ട് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് പറയും, ഇവരോട് ചോദിക്കും, ഇവിടെ എന്തെങ്കിലും സംഭവം? അച്ഛാ ഇവിടെ ഒരുത്തം മരിച്ചു, പ്രശ്നം ഞാൻ ഇവിടെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു 10-60 സ്ഥലങ്ങൾ ചിലപ്പോൾ ഇവിടെ അച്ഛാ ഈ വീട്ടിൽ അപ്പം ഇതാരെ ക്രിസ്ത്യാനി അപ്പം ഇവിടെ ഇന്ന പറയും, അതെ ഇവിടെ എന്താ എങ്ങനെ പറയാമോ? അങ്ങ് പേടിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ കഴിവല്ല, എനിക്കിത് പരിശുദ്ധാത്മാവ് തരുന്ന. അങ്ങനെ 70 അത് മുഴുവൻ മദ്യപാനം, വ്യഭിചാരം, മ്ലേച്ഛതയുടെ ബന്ധം, പ്രത്യേകിച്ച് കൊലപാതകം, ആക്സിഡൻസ്, ഇങ്ങനെ സംഭവം. അപ്പോൾ അവിടെ ചില ഞാൻ വണ്ടി സ്ലോ ആക്കാൻ പറയും, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആശ്രവദിക്കും, എന്നിട്ട് പോകും. അപ്പോൾ ഇവരൊന്നും എന്നോട് പറയുന്നില്ല, ഇവരെന്നോട് ഒരു ക്ലാസ്സും എനിക്ക് തരുന്നില്ല. ഇവരാരും എല്ലാവരും കുർബാനിരിക്കുന്നുണ്ട്, എല്ലാവരും പേടിച്ച് പ്രാർത്ഥനയിരിക്കുന്നുണ്ടിരിക്കുക. അപ്പോൾ ആ സമയം ഞാനിങ്ങനെ ഇവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന സംഭവം. പക്ഷേ നമ്മൾ ഇവിടെ എന്ത് കാണിച്ചു, ഇവിടെ ഒരു ഓർഡർ ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളുടെ ആരാധന, മന്ത്രവാദങ്ങൾ കൊണ്ടോ ഈ സംഭവങ്ങളും. അപ്പോൾ ഞാൻ ശേഷം ഇവരോട് എല്ലാവരുടെ അടുത്ത് ഓടിക്കൂടി എൻ്റെ വട്ടം കൊണ്ട് ഞാൻ പറഞ്ഞു, പാപം ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ തിന്മയുടെ ശക്തിയുണ്ട്, പക്ഷെ അത് നമുക്കാരും കാണത്തില്ല. പക്ഷേ നമ്മളിത് ബൈബിളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വിശ്വസിച്ചാൽ പറയാം. ഈശോ വിശ്വസിച്ചാണെങ്കിൽ ഈ അപകടങ്ങൾ നമുക്കുണ്ടാകില്ലായിരുന്നു. നമ്മൾ ഈശോ വിശ്വസിക്കാത്തതാണ് ഈ അപകടങ്ങളുടെ എല്ലാം കാരണം. ത്രിയേക ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വസിക്കുന്ന തിരുവോസ്തിയാണിത്. നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു, ജീവിക്കുന്ന ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, 12 അപ്പോസ്തലന്മാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഈശോയെ വിശ്വസിച്ച് ആരാധിക്കാം. തിരുവോസ്തി ഈശോയിലുണ്ട്. ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ.
വിശ്വസിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി ഈ കൃപയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെ എന്ന് വിളിക്കട്ടെ.